കൃഷ്ണ ഗുരുവായൂരപ്പ. മാധവമാസം അല്ലെങ്കിൽ വൈശാഖമാസം എന്ന് അറിയപ്പെടുന്ന മാസം വിഷ്ണു ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളൊക്കെ ഉണ്ടായ ഒരു മാസമാണ്. അത് ഈ വർഷം ഏപ്രിൽ 28 മുതൽ മെയ് 23 വരെയാണ്. അപ്പോൾ ഈ ഒരു മാസം വിഷ്ണു നാമജപങ്ങൾ, വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അതുപോലെ ഭാഗവതം, നാരായണീയം, ഹരിനാമകീർത്തനം, ജ്ഞാനപ്പാന, ഇതെല്ലാം നമ്മൾ ജപിക്കുന്നതും പാരായണം ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കാരണം ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതം ഭൂമിയിൽ വസിക്കുന്ന കാലമാണ് ഇത് എന്നറിയപ്പെടുന്നു. മാത്രമല്ല ലക്ഷ്മിയുടെ പ്രീതിക്കായിട്ടും പൂജകൾ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്താനും അല്ലെങ്കിൽ ഭഗവൽ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഭഗവാനെ ആത്മസാക്ഷാത്കാരത്തിനായിട്ട് പ്രയത്നിക്കുന്നവർക്കും ഒക്കെ വളരെ നല്ല ഒരു മാസമാണ് ഈ വൈശാഖ മാസം അല്ലെങ്കിൽ മാധവമാസം എന്നറിയപ്പെടുന്നത്. കാരണം ഭഗവാന്റെ പ്രധാനപ്പെട്ട അവതാരങ്ങളായിട്ടുള്ള വാമനാവതാരവും നരസിംഹാവതാരവും ഒക്കെ തന്നെ ഈ ഒരു കാലത്താണ് ഉണ്ടായത് എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാമജപങ്ങൾ നടത്തിക്കൊണ്ടും പിന്നെ അതിരാവിലെ സ്നാനം അല്ലെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നാമജപങ്ങളൊക്കെ ചെയ്ത് പിന്നെ നമുക്ക് നല്ല നല്ല പിന്നെ ദാനധർമാദികളും ഒക്കെ നടത്താൻ പറ്റിയ സമയമാണ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മാധവമാസം വിഷ്ണു പ്രീതിക്കായിട്ട് പാരായണങ്ങളും നാമജപങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു മാസം ആചരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഈ ഒരു മാസം ഭഗവത് പ്രീതിക്കായിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.